ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, കിനാവ് കാണുന്നത് പോലെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ പല സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അത് ചെറിയ ചെറിയ പരിശീലനങ്ങളിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് ഫലം വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നേടണമെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് ഈ കാര്യം നേടുവാനായിട്ടുള്ള യോഗ്യത ഉണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. അങ്ങനെ യോഗ്യതയുണ്ട്, സത്യസന്ധമായിട്ടുള്ള നേരുള്ള ഒരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ഇനി പലരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും അല്ലേ? ചിലർക്ക് നല്ല ജോലി വേണം, വരുമാനം വേണം, സാമ്പത്തിക ഭദ്രത വേണം, നല്ല ഡ്രസ്സുകൾ വേണം, വീട് വേണം, കാർ വേണം, വലിയ വാഹനങ്ങളൊക്കെ വേണം, യാത്രകൾ പോകണം, നല്ല സൗഹൃദങ്ങൾ വേണം, ഭാവിയിൽ നല്ലൊരു പങ്കാളി വേണം, നല്ല കുടുംബജീവിതം വേണം, നല്ല ബന്ധുക്കൾ വേണം. അങ്ങനെ പല പല രീതിയിൽ ആഗ്രഹങ്ങളുണ്ടാവും. മക്കളുടെ ഭാവി നല്ലതായിരിക്കണം. സ്വപ്നങ്ങൾ പല രീതിയിലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളൊന്നും ഫലിക്കാറില്ല. എന്തുകൊണ്ടാണ്? പല കാര്യങ്ങൾക്കും അത് നേടുവാൻ നമുക്ക് യോഗ്യതയുണ്ടെങ്കിലും അത് ഫലിക്കാറില്ല, തടസ്സങ്ങളാണ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടും നമുക്ക് യോഗ്യത ഉണ്ടായിട്ടും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, സ്വപ്നങ്ങൾ സഫലീകരിക്കാതെ വരുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. എന്നാൽ അതിൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് കൂടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിഷ്പ്രയാസം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ട കാര്യം നമ്മുടെ മനസ്സിന്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. ഈ തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ലൊരു വാക്ക് അതിന് പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും അത്രയും ഗാഢമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം. ഏത് കാര്യമാണോ നേടിയെടുക്കേണ്ടത് അത് നേടണമെന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വീടില്ലാതെ ചോർന്നൊലിക്കുന്ന ഓലപ്പുരയിൽ താമസിച്ചിട്ട് പിന്നീട് വാടകയൊക്കെ കൊടുത്ത് വാടക കൊടുക്കാൻ കാശില്ലാതെ ഇറക്കി വിട്ട് പിന്നീട് എന്താ പറയാ ഒരു ഇച്ചിരി സ്ഥലമൊക്കെ മേടിച്ചിട്ട് വീട് വെക്കാൻ പോലും പറ്റാതെ കുറെ നാളിങ്ങനെ നരകിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അത്രമേൽ വീട് വെക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവൂലേ? വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കും. എന്നാൽ അദ്ദേഹം അതിനായിട്ട് ജോലി എടുത്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കുകയും ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, അതിനായിട്ട് ശ്രമിക്കണം. അത് നേടുവാനായിട്ടുള്ള യോഗ്യത ഇവിടെ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് തീവ്രമായ ആഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ പിന്നെയും പല തടസ്സങ്ങൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, നമുക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന തീവ്രമായ ആഗ്രഹമാണ് ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് ദൈവവിശ്വാസികളായിട്ടവർക്ക് ചെയ്യാം, അങ്ങനെ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാം കേട്ടോ. ചില സംഖ്യകൾ മുൻനിർത്തിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അത് പ്രചാരത്തിലുണ്ട്. 1212, 555, അതുപോലെ 777, 369, ഇങ്ങനെ കുറെ സംഖ്യകളൊക്കെ വെച്ചിട്ട് മാനിഫെസ്റ്റേഷൻ നടത്താം. ചില വസ്തുക്കളെ വെച്ചുകൊണ്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ വെച്ചുകൊണ്ട്, മതഗ്രന്ഥങ്ങളെ വെച്ചുകൊണ്ട്, വായിച്ചുകൊണ്ട് ഒക്കെ വിശ്വാസപൂർവ്വം നമുക്ക് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് എൻ്റെ ജീവിതത്തിലെ ഞാൻ ബൈബിള് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിരന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്ത ഒരു കാര്യം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 2017 എൻ്റെ ഫസ്റ്റ് മാരേജ് സെപ്പറേറ്റ് ആയിട്ട്. അതും ഒരു ഹാപ്പി ആയിട്ടുള്ള മാരേജ് ലൈഫ് ആയിരുന്നില്ല. 2-3 വർഷം ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ജീവിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് ഒറ്റപ്പെട്ടു പോയി. ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഹസ്ബൻഡിന്റെ ബന്ധുക്കളുണ്ടായിരുന്നു, എന്റെ ബന്ധുക്കളുണ്ടായിരുന്നു, എന്റെ വീട്ടുകാരുണ്ടായിരുന്നു. എന്നാൽ പോലും പല സാഹചര്യങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ, ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്നേഹപൂർവ്വം ജീവിക്കുന്ന കപ്പിൾസിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇന്നും നിത്യേന ബൈബിൾ വായിക്കുന്നുണ്ട് എങ്കിൽ പോലും അന്ന് ഞാൻ തുടർച്ചയായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തു. എന്നും ബൈബിൾ എടുത്ത് ഓരോ അധ്യായം ആദ്യം മുതൽ ഞാനങ്ങ് വായിച്ചു. അങ്ങനെ എൻ്റെ ഒരു പകുതി
ഇയോൾ ആ ബൈബിള് പകുതിയോളം വായിച്ചു തീരുന്ന ഒരു സമയമായപ്പോഴേക്കും നിരന്തരം തുടർച്ചയായിട്ട് കുറെ പേജുകളൊക്കെ വായിക്കുകയും ചെയ്തു. ഞാനിങ്ങനെ മാനിഫെസ്റ്റേഷൻ നടത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്കൊരു ഇണയും തുണയും ഇല്ല. എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടണം. അത് എങ്ങനെയുള്ള പങ്കാളിയെ കിട്ടണം? കുറെ കാശും പണവും സമ്പത്തുള്ള പങ്കാളിയല്ല ഞാൻ ആഗ്രഹിച്ചത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന, എന്നെ ഒരു മകളെ പോലെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് വേണം എന്ന് ഞാൻ വളരെ അതിയായിട്ട് തീവ്രമായിട്ട്, അതെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. അല്ലാത്തവർക്കൊക്കെ ഇത് എന്തൊക്കെയോ ഒരു കെട്ടുകഥകൾ പറയുന്നത് പോലെ തോന്നും. ഞാൻ ആ ബൈബിൾ വായിക്കുന്നതിന് ഒരു സമയം വെച്ചിരുന്നില്ല. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെച്ച് മാനിഫെസ്റ്റേഷൻ നടത്താം കേട്ടോ. ഞാൻ ആ ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കണമെന്നുള്ള ഒരു പ്ലാൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇത്ര ദിവസത്തേക്കെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ച് വായിച്ചില്ല. അങ്ങനെ ദിവസം കുറെ അധ്യായങ്ങളൊക്കെ വായിച്ച് ഇങ്ങനെ പോകും. നിരന്തരം ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് തന്നെ ആലോചിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുമായിരുന്നു. അടുത്തുള്ള ഒരു പള്ളിയിൽ, അവിടെ ഒരു പള്ളി എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു കത്തോലിക്ക പള്ളിയിൽ പോയിരുന്ന് ഞാൻ ഇതുപോലെ ബൈബിൾ വായിക്കുമായിരുന്നു. ഞങ്ങൾ യാക്കോബക്കാരിയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ മർത്തോമയാണ്. പക്ഷെ അവിടെ എനിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ എത്ര പേര് അത് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അവിടെയുള്ള ഈ പള്ളിയിൽ പോയിരിക്കുമ്പോൾ അവിടെ അടുത്തുള്ള ആളുകളെ ഒന്നും എനിക്ക് അറിയാനും പാടില്ല. ഒരു എറണാകുളത്ത് തൃപ്പൂണിത്തുറയില് ആസാദ് ജംഗ്ഷനിൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലത്ത്, സിറ്റി പോലുള്ളൊരു സ്ഥലത്ത്, നമുക്ക് അയൽവാസികളായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ആരൊക്കെയാണ് ആ പള്ളിയിൽ വന്നു പോകുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഈ പള്ളിയിൽ ഇരുന്ന് ഒരു ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരുന്ന ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ജപമാലയുടെ ഒരു കൊച്ചു ബുക്ക് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇപ്പോഴും ആ ബുക്ക് ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, മോളെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ജപമാല കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു തന്നു, കൊന്തയുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമുക്കിങ്ങനെ ഇത്ര സ്തുതി പറയണം, ഇത്ര ഇത് സ്വർഗസ്നാ ചൊല്ലണം, ഇന്നതാണ് ഓരോ ദിവസം ചൊല്ലേണ്ട രീതികൾ, കാര്യങ്ങൾ അമ്മ അവിടെ നിന്ന് പറഞ്ഞു തന്നു. അപ്പൊ ആ ബുക്കിൽ നോക്കി വായിച്ചാൽ ആർക്കും മനസ്സിലാവും കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പിന്നീട് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു 2ാം ജന്മമാണ് ഞാൻ ഈ ജീവിക്കുന്നത് കേട്ടോ. അതായിരുന്നു എന്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ. പക്ഷെ അതൊരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് അറിയാതെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവവിശ്വാസികളായിട്ടുള്ളവർക്ക്, ഈശ്വരവിശ്വാസികളായിട്ടുള്ളവർക്ക് ചെയ്യാം. ഇതൊരു അന്ധമായ വിശ്വാസങ്ങളോ ട്രിക്കുകളോ അതൊന്നും അല്ല കേട്ടോ. നമ്മള് ഈ എന്ത് കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ച് യാചിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഈ പ്രപഞ്ചം അതിനായിട്ട് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരും. ഒരു പ്രപഞ്ചശക്തി ഉണ്ടെന്നേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് അല്ലേ. അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിയുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കാം. ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കാം. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അതിതീവ്രമായിട്ട് എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ അല്ലെങ്കിൽ ഒരു ദൈവവചനത്തെ അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥത്തെ, ഒരു വസ്തുവിനെയൊക്കെ മുൻനിർത്തിയിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ മാനിഫെസ്റ്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധിക്കും കേട്ടോ. അപ്പോൾ പല കാര്യങ്ങളുണ്ട് മാനിഫെസ്റ്റേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്ത്രീകളാണെങ്കിൽ ഹെയർ സ്റ്റൈല്, അതുപോലെ എല്ലാവരും വസ്ത്രധാരണ രീതി, ചെയ്യേണ്ട സമയങ്ങളിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട സമയം, എത്ര നേരം എടുത്ത് ചെയ്യണം, എത്ര ദിവസത്തേക്ക് ചെയ്യണം, ഒരു ദിവസത്തിൽ ഏതൊക്കെ സമയത്ത് ചെയ്യണം, ഇതെല്ലാം പലർക്കും വ്യത്യസ്തപ്പെട്ടിരിക്കും. പല കാര്യങ്ങൾ അനുസരിച്ചിട്ട്, സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് വ്യത്യസ്തപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയിൽ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. അപ്പൊ പലർക്കും അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പലരുടെയും മനസ്സിന്റെ ചിന്തകളുടെ ഒക്കെ എന്താ പറയാ ഏറ്റക്കുറിച്ചുകൾ അനുസരിച്ചിട്ടൊക്കെ ഇതിന് വ്യത്യാസം വരാം. അപ്പൊ അതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കട്ടോ. എന്നാലാണ് ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി എത്രയും പെട്ടെന്ന് അഫർമേഷൻസ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഫർമേഷൻ ഗ്രൂപ്പിലേക്ക് ഞാൻ ജോയിൻ ചെയ്യിക്കാം. അഫർമേഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അഫർമേഷൻസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ ഗൈഡൻസ് ഞാൻ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ കാര്യങ്ങളെല്ലാം അറിയണം, എന്നെങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇനി അഫർമേഷൻ വീഡിയോയുടെ ബാക്കി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.